നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെട്രിക് സ്പേസിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, എന്താണ് മെട്രിക് എന്നും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെട്രിക് സ്പേസ് എന്ന് പറയുന്നതിൻ്റെ മുമ്പ് മെട്രിക് എന്താണെന്ന് പറയണം. ഓക്കെ, അപ്പം ഒരു സെറ്റ് ഉണ്ട്, നോൺ എംപ്റ്റി സെറ്റ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരു ഫങ്ഷൻ ഡി എന്ന് ഡിനോട്ട് ചെയ്യാൻ നമുക്കിഷ്ടമുള്ള ഇതിനെക്കൊണ്ട് ലെറ്ററിനെ കൊണ്ട് ഡിനോട്ട് ചെയ്താലും ഒരു ഫംഗ്ഷന് മെട്രിക് ആവണമെന്നുണ്ട് എങ്കിൽ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ്. ആദ്യം തന്നെ എന്ത് ചെയ്യണം, അതൊരു ഫംഗ്ഷൻ ആവണം. ഡി എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രോസ് പ്രോഡക്റ്റിൽ നിന്നും റിയലിലേക്കുള്ള ഫംഗ്ഷനെയാണ് നമ്മളെന്ത് പറയുന്നത്. അതായത് എക്സ് ക്രോസ് എക്സിൽ നിന്നും ആറിലേക്കുള്ള ഫംഗ്ഷനെ അല്ലേ, റിയൽ വാല്യൂഡ് ഫംഗ്ഷനെയാണ് നമ്മളെന്ത് പറയുന്നത് മെട്രിക് എന്ന് പറയുക. അത് സാറ്റിസ്ഫൈ ചെയ്യണം, കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പോസിറ്റീവായി നോൺ നെഗറ്റീവ്, പോസിറ്റീവ് അല്ല നോൺ നെഗറ്റീവ് ആയിരിക്കണം. അതായത് ഡി ഓഫ് എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നമ്പേഴ്സോ സീറോയോ ആവുന്നതിനെയാണ് നമ്മൾ നോൺ നെഗറ്റീവ് എന്ന് പറയുക. അപ്പം നോൺ നെഗറ്റീവ് ആയിരിക്കണം. P2 രണ്ടാമത്തെ കണ്ടീഷൻ ഡി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സീറോ ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ ആവണം. ഓക്കെ, ഡി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കണം. ഇത് ചില ഓതേഴ്സിൻ്റെയും ഇത് രണ്ടും ഈ P1ഉം P2 എന്ന് പറയുന്ന രണ്ട് പ്രോപ്പർട്ടീസും ഒന്നാക്കി എഴുതാറുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ എഴുതാറുണ്ട്, ഒന്നുമില്ല. പക്ഷേ ഈ കണ്ടീഷൻസ് ഉണ്ടാവൽ നിർബന്ധമാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ഡി ഓഫ് വൈ കോമ എക്സ്, തിരിച്ചും മറിച്ചും, അതായത് സിമ്മെട്രിക് പ്രോപ്പർട്ടി അല്ലേ, നമ്മൾ ഇതിനെ പറയുന്നത് സിമ്മെട്രിയാണ്. നാലാമത്തെ കണ്ടീഷൻ ഡി ഓഫ് എക്സ് കോമ വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് കോമ സെഡ് പ്ലസ് ഡി ഓഫ് സെഡ് കോമ വൈ ഫോർ ഓൾ എക്സ് കോമ വൈ കോമ സെഡ് ബിലോങ്സ് ടു എക്സ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ നാലാമത്തെ കണ്ടീഷനാണ്. അതിനെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്നാണ് പറയുക. അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. അപ്പം ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ അല്ലെങ്കിൽ 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡി അല്ലെങ്കിൽ ആ ഫംഗ്ഷനെയാണ് നമ്മളെന്ത് പറയുന്നത് മെട്രിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെട്രിക് ഓൺ എക്സ് എന്ന് പറയുന്നത്. ചില ഓതേഴ്സ് ഉപയോഗിക്കുക ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എന്നായിരിക്കും. ഓക്കെ, ഡിസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും എന്തുതന്നെയാണ് മെട്രിക് ഫംഗ്ഷനാണ്. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് മെട്രിക് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുക. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല, നമുക്ക് ആവശ്യമുള്ള സംഭവം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഓർഡേർഡ് പെയർ. അപ്പം മെട്രിക് എന്ന് പറയുന്നത് മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓർഡേർഡ് പെയർ ഓഫ് എക്സ് കോമ ഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെട്രിക് സ്പേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വെറും മെട്രിക് സ്പേസ് എക്സ് എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഒരു മെട്രിക് അവിടെ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിനി എക്സാമ്പിളുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെട്രിക് സ്പേസിൻ്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തത് എടുത്തത് മെട്രിക് റിയൽ നമ്പർ ആണ് വിത്ത് മെട്രിക്. ഏത് മെട്രിക് ആണ് എന്നുള്ളത് പറയണം, കാരണം എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ മെട്രിക് എടുത്തത് യുനെ കൊണ്ടാണ് ഡിനോട്ട് ചെയ്ത്. ഏതും മതി, യു ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. ഓക്കെ, ഇവിടുത്തെ മെട്രിക് നോക്കണം, എക്സ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ, അതായത് അബ്സല്യൂട്ട് വാല്യൂ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് മെട്രിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം, P1 P2 P3 P4 എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അതായത് യു ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അബ്സല്യൂട്ട് വാല്യൂ ആണ്, മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ അല്ലേ. ഇപ്പം 5 - 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര, 5 - 2 5 - 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3, മോഡുലസ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 തന്നെ. അതുപോലെ തന്നെ 2 - 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -3 ആണ്. -3ൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 3 തന്നെ. അതായത് എപ്പോഴും പോസിറ്റീവായിട്ടാണ് അതുണ്ടാവുക, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നോൺ നെഗറ്റീവാണ്. അതായത് ആദ്യത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഈക്വൽ ടു സീറോൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് യു ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ആരാണ്, മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോ ആണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആകെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ എന്നാണ്. ഓക്കെ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യു ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആണെന്ന് കിട്ടി. പ്രോപ്പർട്ടി 2 സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഏതാണ്? യു ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൈ അല്ലേ? യു ഓഫ് നമുക്ക് സിമെട്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് യു ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് രണ്ട് ഈക്വൽ ആണ്. അതെന്തുകൊണ്ട്? ഇപ്പം 10 - 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്. 3 - 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -7 ആണ്. പക്ഷേ മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 10 - 3 എന്ന് പറഞ്ഞാൽ 7 തന്നെ. മോഡുലസ് ഓഫ് 3 - 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് -7 എന്താണ്? 7 തന്നെയാണ്. അപ്പോൾ രണ്ട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് വൈ മൈനസ് എക്സ്. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? യു ഓഫ് വൈ കോമ എക്സ് എന്നാണ് അല്ലേ? കാരണം ഡെഫിനിഷൻ പ്രകാരം, കാരണം എക്സ് ആദ്യം എഴുതുന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ, വൈ ആദ്യം എഴുതുന്നുണ്ടെങ്കിൽ വൈ മൈനസ് എക്സ് എന്നുള്ളതിലാണ് വരും. അപ്പം പ്രോപ്പർട്ടി 3 സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്കുള്ളത് എന്താണ്? നാലാമത്തെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റിയാണ്. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ് കോമ വൈ കോമ സെഡ് 3 എലമെൻറ്റുകൾ ഉണ്ട് എന്നടുത്തു റിയൽ നമ്പറിൽ. ഇനി അതുപോലെ തുടങ്ങാണ്. യു ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ഡെഫിനിഷൻ പ്രകാരം മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് തരികിട അപ്ലൈ ചെയ്യാണ്. എക്സ് മൈനസ് സെഡ്, സെഡിനെ അവിടെ കൊണ്ടുപോകുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പ്ലസ് സെഡ്, അപ്പോൾ -z + z എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. അപ്പം സത്യത്തിൽ ഇവിടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്നാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? മോഡുലസ് ഓഫ് എക്സ് മൈനസ് സെഡ് പ്ലസ് സെഡ് മൈനസ് വൈ എന്നെഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് സെഡ് പ്ലസ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും പ്രോപ്പർട്ടി പ്രകാരം, മോഡുലസിൻ്റെ പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഓഫ് എക്സ് മൈനസ് സെഡ് ആണ്. അതുപോലെ തന്നെ സെഡ് മൈനസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് സെഡ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ പ്രകാരം യു ഓഫ് സെഡ് കോമ വൈ ആണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്പം പ്രോപ്പർട്ടി 4 സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്പം 4 പ്രോപ്പർട്ടികളും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ യു എന്താണ്? ഒരു മെട്രിക് ആണ്. അപ്പോൾ നമുക്ക് യു എന്ന് പറയുന്ന മെട്രിക് ആണ് ഏതിൻ്റെ മുകളിൽ? ആറിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞിട്ട് ഇതിനെ പറയുന്ന പേരാണ് യൂഷ്വൽ മെട്രിക്. ഓക്കെ, യൂഷ്വൽ മെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ആണ് യൂഷ്വൽ മെട്രിക്. ഓക്കെ, അതൊരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെട്രിക്. ഓക്കെ, ഇതിൽ കൂടുതലും പറയാറുള്ളത് യൂഷ്വൽ മെട്രിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെട്രിക്. ഈ 2 പേരുകളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. അപ്പം ഓർക്കണം, അത് മോഡുലസിൻ്റെ ആണ് നമ്മൾ അങ്ങനെ യൂഷ്വൽ മെട്രിക് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളാണ് യൂക്ലീഡിയൻ പ്ലെയിൻ അല്ലെങ്കിൽ R2 എങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുക? മെട്രിക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു മെട്രിക്കിന് എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു R2 ഇവിടെ എക്സ് ആണ് എടുത്തത്. എക്സ് ഈക്വൽ ടു R2 എന്ന് എടുത്തു. അങ്ങനെയാണ് എങ്കിൽ ഡി എന്ന് പറയുന്നതാണ് നമ്മൾ മെട്രിക് ആയിട്ട് ചെയ്തത്. ഡി ഈസ് എ ഫംഗ്ഷൻ ഫ്രം R2 ക്രോസ് R2 ടു R. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഡി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ. കാരണം R2ലുള്ള എലമെൻ്റ് ഒക്കെ 2 ടപ്പിൾസ് ആയിരിക്കും. അതായത് എക്സ് ഈക്വൽ ടു x1, x2, y ഈക്വൽ ടു y1, y2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ എന്താണെന്ന് മെട്രിക് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി 1 നോക്കണം. അതായത് ഇവിടെ നോക്കുക, x1 മൈനസ് y1 നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം, പക്ഷേ അതിൻ്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അതുപോലെ തന്നെ x2 മൈനസ് y2 എന്തായിരിക്കും? ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ്. ഈവൻ ഫംഗ്ഷനുകളാണിത്. അപ്പം എന്താണ്? സ്ക്വയർ ഈവൻ ഫംഗ്ഷനാണ്. അപ്പം എന്താണ്? ഇത് പോസിറ്റീവ് നോൺ നെഗറ്റീവ് എലമെൻ്റ് ആണ് വരിക. ദാറ്റ് മീൻസ് ഡി ഓഫ് എക്സ് കോമ വൈ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത്
നമ്മൾ 0 ആണ്, ഡി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡെഫിനേഷൻ പ്രകാരം റൂട്ട് ഓഫ് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കണം. x1 മൈനസ് y1 0 ആവണം, അതുപോലെ തന്നെ x2 മൈനസ് y2 എന്തായിരിക്കണം 0 ആവൽ നിർബന്ധമാണ്. ദാറ്റ് മീൻസ് x1 മൈനസ് y1 0, അത് ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, രണ്ടും വേറെ വേറെ 0 ആവാണ്ട് എന്ത് ഇത്, കാരണം രണ്ടും വ്യത്യസ്തമുള്ള സംഭവമാണ്, കോർഡിനേറ്റ്സ് വ്യത്യാസമുണ്ട്. ഇത് ഫസ്റ്റ് കോർഡിനേറ്റ് ആണ്, ഇത് സെക്കൻഡ് കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ x1 മൈനസ് y1 ഈക്വൽ ടു 0 ആണ്, x2 മൈനസ് y2 എന്തായിരിക്കണം നിർബന്ധമായിട്ടും 0 ആവണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇതിൽ നിന്നും x1 ഈക്വൽ ടു എന്താണ് y1 എന്ന് പറഞ്ഞിട്ടും ഇവിടെ നിന്നും x2 ഈക്വൽ ടു y2 എന്ന് പറഞ്ഞ് കിട്ടി. ദാറ്റ് മീൻസ് x1 കോമ x2 ഈക്വൽ ടു y1 കോമ y2 അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് x ഈക്വൽ ടു y. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഡി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു y ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോപ്പർട്ടി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒന്നാമത്തത് കഴിഞ്ഞു, രണ്ടാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു, മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 എലമെൻറ്റുകൾ എടുത്തു. സിമ്മട്രി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് ഈക്വൽ ടു x1 കോമ x2, y ഈക്വൽ ടു y1 കോമ y2 എടുത്തു. ഇനി ഡി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ദി ഡെഫിനിഷൻ റൂട്ട് ഓഫ് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് y1 മൈനസ് x1. നമുക്ക് ഇതിനാ സ്ക്വയർ ആയതുകൊണ്ട് 3 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ, ആണോ? അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കുകയാണ്, 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 3 മൈനസ് 1 ആണ് നമ്മൾ പറയുന്നത്. 1 മൈനസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2 ആണ്. -2ൻ്റെ സ്ക്വയറും എന്താണ് 4 ആണ്. ദാറ്റ് മീൻസ് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതും y1 മൈനസ് x1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുപോലെ തന്നെ x2 മൈനസ് y2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു y2 മൈനസ് x2 ഹോൾ സ്ക്വയർ. കാരണം ഈവൻ ഫംഗ്ഷൻ്റെ പ്രത്യേകതയാണ്, സ്ക്വയർ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ടാണ് ഈ പ്രത്യേകത. അപ്പം ഈക്വൽ ആണ്. അപ്പം ബൈ ദി ഡെഫിനിഷൻ ഡി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ x1 മൈനസ് y1 ഹോൾ സ്ക്വയർ x2 മൈനസ് y2. അതിന് പകരം ഇവിടെ y1 മൈനസ് x1 ഹോൾ സ്ക്വയർ y2 മൈനസ് x2, ആദ്യം വൈയിലുള്ള ടേമാണ് വന്നത്, അതായത് ഡി ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ നമുക്ക് ഡി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡി ഓഫ് വൈ കോമ എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അപ്പം എന്ത് സിമ്മട്രിയാണ്, അതായത് P3 സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 3 എലമെൻറ്റുകൾ എടുത്തിട്ട് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് നമുക്ക് പുറത്തുനിന്നുള്ളൊരു റിസൾട്ട് ആവശ്യമുണ്ട്. അപ്പം പക്ഷേ ഞാനത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ഇതിൽ അധികം അതിനെ പറ്റിയിട്ടൊന്നും അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. എക്സ് ഈക്വൽ ടു x1 കോമ x2, y1 കോമ y2, z ഈക്വൽ ടു z1 കോമ z2 ബിലോങ്സ് ടു R2 ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്കെന്ത് ഡി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ മാറ്റാൻ പോവുകയാണ്, തരികിട അപ്ലൈ ചെയ്യാണ്. റൂട്ട് ഓഫ് x1 മൈനസ് z1 പ്ലസ് z1 മൈനസ് y1 ഹോൾ സ്ക്വയർ. നോക്കുക, z1 മൈനസ് z1 പ്ലസ് z1 എന്താണ് 0 ആയിപ്പോൾ. അപ്പോൾ ഇവിടെ സത്യത്തിൽ x1 y1 ഹോൾ സ്ക്വയറേ ഉണ്ടാവുന്നുള്ളൂ. അറിയോ? അണ്ടർസ്റ്റുഡ്? ഓക്കെ. അതുപോലെ തന്നെ ഇപ്പുറത്തും നോക്കുക, z2 മൈനസ് z2 പ്ലസ് z2 എന്ന് പറയുമ്പോൾ 0 ആയിപ്പോൾ. അപ്പോൾ x2 മൈനസ് y2 ഹോൾ സ്ക്വയർ ആ സത്യത്തിലുള്ളത്, അതാണ് തൊട്ട് മുകളിലുള്ള ഈക്വൽ ആവുന്നത്. അറിയോ? അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? അപ്പം ഈ സംഭവത്തിൽ നിന്നും മുകളിലുള്ളതിന് ഈക്വൽ ആണെന്ന് കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ തരികിട അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എന്താണ് തരികിട എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ x1 മൈനസ് z1നെ എ എന്നും z1 മൈനസ് y1നെ ബി എന്നും കൊടുത്തു. അതുപോലെ തന്നെ x2 മൈനസ് z2ന് സി എന്നും z2 മൈനസ് y2ന് ഡി എന്നും കൊടുത്തു. അതായത് ശ്രദ്ധിക്കണേ, എക്ക് x1 കോമ z1 എ എന്നും ബി എന്ന് പറഞ്ഞാൽ z1 കോമ y1, സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x2 കോമ z2, ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z2 കോമ z2 മൈനസ് y2.
ഓക്കെ, അങ്ങനെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് എ വെൽ നോൺ റിസൾട്ട്, റൂട്ടിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട് ഇങ്ങനത്തെ. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a+b² ഇതിനെ വിച്ച് ഈസ് ഇതെപ്പോഴും എന്താണ്, ഇതിനെ നമുക്ക് a+b² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a² + 2ab + b² ആണ്. അതുപോലെ തന്നെ c+d² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക, c² + 2cd + d² ആണ്. ഓക്കെ, റൂട്ടിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. വെൽ നോൺ റിസൾട്ട് പ്രകാരം നമ്മൾ ഒരു റിസൾട്ട് ഉണ്ട്, അതായത് അതായത് റൂട്ട് ഓഫ് a+b² plus c+d² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √a² + c² plus √b² + d². ഇതൊരു റിസൾട്ടാണ്. ആ റിസൾട്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ d(x, y) എപ്പോഴും എന്തായിരിക്കും, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √a² + c² plus √b² + d² എന്ന മോഡലായി. ഇനി വിച്ച് ഈസ് a² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 - z1² ആണ്. c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x2 - z2 c² എന്ന് പറയുമ്പോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക. b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z1 - y1 b² ആയതുകൊണ്ട് സ്ക്വയർ വരും. d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z2 - y2 സ്ക്വയർ വന്നതുകൊണ്ട് ഇവിടെ സ്ക്വയർ. ഇനി നോക്കുക ഈ സാധനം എന്താണ് നോക്കുക, അതായത് x1 - z1² plus x2 - z2 ഡെഫിനിഷൻ പ്രകാരം വിച്ച് ഈസ് d(x, z), ഇപ്പുറത്തത് d(z, y), കാരണം z-ൻ്റെ ടേം ആദ്യം വന്നിട്ട് y-ൻ്റെ ടേം ലാസ്റ്റ് വന്നു. അപ്പം ഇത് രണ്ടും കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പം ഇങ്ങനെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്, മെട്രിക്കാണ്. അപ്പം R2 with D എന്ന് പറയുന്നത് എന്താണ്, 2 ഡയമെൻഷണൽ യൂക്ലിഡിയൻ മെട്രിക്കാണ്. ഇതിനെയാണ് യൂക്ലിഡിയൻ മെട്രിക് എന്ന് പറയുക. ഈ D ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡീനെയാണ്, അതായത് √(x1 - y1² plus x2 - y2² എന്ന് പറയുന്ന ഇതിനെയാണ് യൂക്ലിഡിയൻ മെട്രിക് എന്ന് പറയുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.